എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോടുകൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 42 വാക്യങ്ങളാണുള്ളത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 3 ശീർഷകങ്ങളാണുള്ളത്. ഒന്നാമത്തെ ശീർഷകം ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമയാണ്. 1 മുതൽ 6 വരെയാണ് ഒന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്. രണ്ടാമത്തെ ശീർഷകം നല്ല ഇടയനാണ്. 7 മുതൽ 21 വരെയാണ് രണ്ടാമത്തെ ശീർഷകത്തിൽ വരുന്നത്. മൂന്നാമത്തെ ശീർഷകം 22 മുതൽ 42 വരെയാണ്. യേശു ദൈവപുത്രനാണ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 41, 42, 43, 48. ഉത്തരം 42. രണ്ടാമത്തെ ചോദ്യമാണ്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 3, 5, 6, 4. ഉത്തരം 3. മൂന്നാമത്തെ ചോദ്യമാണ്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം എന്ത്? നല്ല ഇടയൻ്റെ ഉപമ, ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ. ഉത്തരം ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. നാലാമത്തെ ചോദ്യമാണ്, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ ആരാണ് എന്നാണ് പറയുന്നത്? വിജാതീയനും കള്ളനും, പരദേശിയും കവർച്ചക്കാരനും, കള്ളനും കവർച്ചക്കാരനും, കള്ളനും പരദേശിയും. ഉത്തരം കള്ളനും കവർച്ചക്കാരനും. അഞ്ചാമത്തെ ചോദ്യമാണ്, വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ആരാണ് എന്നാണ് പറയുന്നത്? തോഴൻ, ഇടയൻ, കാവൽക്കാരൻ, രക്ഷകൻ. ഉത്തരം ഇടയൻ. ആറാമത്തെ ചോദ്യമാണ്, ആരാണ് ഇടയന് വാതിൽ തുറന്നു കൊടുക്കുന്നത്? വൃദ്ധൻ, തോഴൻ, കാവൽക്കാരൻ, ദാസൻ. ഉത്തരം കാവൽക്കാരൻ. ഏഴാമത്തെ ചോദ്യമാണ്, കാവൽക്കാരൻ ഇടയന് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ആരാണ് അവൻ്റെ സ്വരം കേൾക്കുന്നത്? കോലാടുകൾ, ആടുകൾ, കാലികൾ, മൃഗങ്ങൾ. ഉത്തരം ആടുകൾ. എട്ടാമത്തെ ചോദ്യമാണ്, ഇടയൻ തൻ്റെ ആടുകളെ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് 10:3 പറയുന്നത്? പേര് ചൊല്ലി അവയെ തിട്ടപ്പെടുത്തുന്നു, അവയെ എണ്ണി നോക്കുന്നു, പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു, പേര് ചൊല്ലി വിളിച്ച് അവയെ ക്രമപ്പെടുത്തുന്നു. ഉത്തരം പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒമ്പതാമത്തെ ചോദ്യമാണ്, എന്തിനെയെല്ലാം പുറത്തിറക്കിയിട്ട് ഇടയൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു എന്നാണ് പറയുന്നത്? സ്വന്തമായതെല്ലാം, കൈവശമുള്ളതെല്ലാം, സകലവും, തനിക്കുള്ളതിനെയെല്ലാം. ഉത്തരം തനിക്കുള്ളതിനെയെല്ലാം. പത്താമത്തെ ചോദ്യമാണ്, ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ എന്തു ചെയ്യുന്നു എന്നാണ് പറയുന്നത്? പിന്തുടരുന്നു, അനുഗമിക്കുന്നു, അനുസരിക്കുന്നു, അനുചരിക്കുന്നു. ഉത്തരം അനുഗമിക്കുന്നു. 11ാമത്തെ ചോദ്യമാണ്, ആടുകൾ ഒരിക്കലും ആരെ അനുഗമിക്കുന്നില്ല എന്നാണ് 10:5 പറയുന്നത്? അന്യനെ, പരിചയമില്ലാത്തവനെ, അപരിചിതനെ, അറിയാത്തവനെ. ഉത്തരം അപരിചിതനെ. 12ാമത്തെ ചോദ്യമാണ്, അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവരിൽ നിന്ന് എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? വേഗത്തിൽ പോകും, പാഞ്ഞു പോകും, ഓടിയകലും, മാറി നിൽക്കും. ഉത്തരം ഓടിയകലും.
13-ാമത്തെ ചോദ്യമാണ്, 10-ാം അധ്യായം 2-ാമത്തെ ശീർഷകം എന്ത്? 7 മുതൽ 21 വരെ. ജീവൻ അർപ്പിക്കുന്ന ഇടയൻ, നല്ല ഇടയൻ, കരുതുന്ന ഇടയൻ, കാവലാകുന്ന ഇടയൻ. ഉത്തരം നല്ല ഇടയൻ. 14-ാമത്തെ ചോദ്യമാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ ഡാഷ് പൂരിപ്പിക്കുക. കവാടം, ഇടയൻ, വാതിൽ, സംരക്ഷകൻ. ഉത്തരം വാതിൽ. 15-ാമത്തെ ചോദ്യമാണ്, യേശുവിനെ മുമ്പ് വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ എന്ത് ചെയ്തില്ല എന്നാണ് 10:8 പറയുന്നത്? കേട്ടില്ല, ശ്രവിച്ചില്ല, അനുസരിച്ചില്ല, പിൻചെന്നില്ല. ഉത്തരം ശ്രവിച്ചില്ല. 16-ാമത്തെ ചോദ്യമാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ എന്ത് പ്രാപിക്കുമെന്നാണ് യേശു പറയുന്നത്? വിശ്വാസം, ജീവൻ, സ്വർഗം, രക്ഷ. ഉത്തരം രക്ഷ. 16-ാമത്തെ ചോദ്യമാണ്, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും എന്ത് കണ്ടെത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്? ഭക്ഷണസ്ഥലം, പുഷ്ടിയുള്ള സ്ഥലം, മേച്ചിൽ സ്ഥലം, പുൽമേട്. ഉത്തരം മേച്ചിൽ സ്ഥലം. 17-ാമത്തെ ചോദ്യമാണ്, കള്ളൻ എന്തിനെല്ലാം വരുമെന്നാണ് 10:10 പറയുന്നത്? മോഷ്ടിക്കാനും തിന്നാനും നശിപ്പിക്കാനും. മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. നശിപ്പിക്കാൻ, മോഷ്ടിക്കാൻ, തട്ടിയെടുക്കാൻ, കവർച്ച ചെയ്യാൻ. ഉത്തരം മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. 18-ാമത്തെ ചോദ്യമാണ്, യേശു വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് എങ്ങനെ ഉണ്ടാകാനുമാണ്? ഫലപ്രദമായി, വേണ്ട വിധം, സമൃദ്ധമായി, നല്ല വിധം. ഉത്തരം സമൃദ്ധമായി. 19-ാമത്തെ ചോദ്യമാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അധ്യായം, വാക്യം. 10:13, 10:11, 10:20, 10:14. ഉത്തരം 10:11. 20-ാമത്തെ ചോദ്യമാണ്, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ആര് വരുന്നത് കാണുമ്പോഴാണ് ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? കുറുക്കൻ, പുലി, ചെന്നായ്, കരടി. ഉത്തരം ചെന്നായ്. 21-ാമത്തെ ചോദ്യമാണ്, കൂലിക്കാരൻ ഓടിപ്പോകുമ്പോൾ ചെന്നായ് വന്ന് ആടുകളെ പിടിക്കുകയും പിന്നെ എന്തും കൂടി ചെയ്യുന്നു? ഓടിച്ചു കളയുന്നു, ചിതറിച്ച് കളയുന്നു, വലിച്ചു കീറുന്നു, തിന്നുന്നു. ഉത്തരം ചിതറിച്ച് കളയുന്നു. 22-ാമത്തെ ചോദ്യമാണ്, കൂലിക്കാരൻ ഓടിപ്പോകുന്നത് കൂലിക്കാരൻ ആയതുകൊണ്ടും പിന്നെ എന്തുകൊണ്ടുമാണ്? ഇഷ്ടമില്ലാത്തതുകൊണ്ട്, മനസ്സില്ലാത്തതിനാൽ, ഉത്സാഹക്കുറവ് കൊണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ട്. ഉത്തരം താല്പര്യമില്ലാത്തതുകൊണ്ട്. 23-ാമത്തെ ചോദ്യമാണ്, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? കൊടുക്കുന്നു, ബലി കഴിക്കുന്നു, അർപ്പിക്കുന്നു, ദാനം ചെയ്യുന്നു. ഉത്തരം അർപ്പിക്കുന്നു. 24-ാമത്തെ ചോദ്യമാണ്, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത് ആരെയാണ്? ഓടിപ്പോകുന്നതിനെ, തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളെ, അലഞ്ഞു തിരിഞ്ഞതിനെ, ആരും കാണാതെ പോകുന്നതിനെ. ഉത്തരം തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളെ. 25-ാമത്തെ ചോദ്യമാണ്, തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളെ എനിക്കുണ്ട്, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അങ്ങനെ എന്തായി തീരുമെന്നാണ് യേശു പറയുന്നത്? ഒന്നായിത്തീരും, കുറേ ആട്ടിൻപറ്റവും ഒരു ഇടയനും, ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനും. ഉത്തരം ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനും. 26-ാമത്തെ ചോദ്യമാണ്, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്? പ്രാണൻ, ആയുസ്, ആത്മാവ്, ജീവൻ. ഉത്തരം ജീവൻ. 27-ാമത്തെ ചോദ്യമാണ്, യേശു തൻ്റെ ജീവൻ എങ്ങനെ സമർപ്പിക്കുകയാണ് എന്നാണ് 10:18 പറയുന്നത്? ഇഷ്ടത്തിന്,
സ്വാതന്ത്ര്യത്തിന്, സ്വമനസ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്. ഉത്തരം സ്വമനസ. 28ാമത്തെ ചോദ്യമാണ്, ജീവൻ സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന ആരിൽ നിന്നാണ് ലഭിച്ചത് എന്നാണ് യേശു പറയുന്നത്? സ്വർഗത്തിൽ നിന്ന്, പിതാവിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, ലോകത്തിൽ നിന്ന്? ഉത്തരം പിതാവിൽ നിന്ന്. 29ാമത്തെ ചോദ്യമാണ്, യേശു തൻ്റെ ജീവൻ അർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരുടെ ഇടയിലാണ് ഭിന്നത ഉണ്ടായത്? വിജാതീയരുടെ, യഹൂദരുടെ, പുരോഹിതന്മാരുടെ, നിയമജ്ഞരുടെ? ഉത്തരം യഹൂദരുടെ. 30ാമത്തെ ചോദ്യമാണ്, അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം? ആരിൽ വളരെ പേരാണ് ഇങ്ങനെ പറഞ്ഞത്? വിജാതീയരിൽ, യഹൂദരിൽ, പുരോഹിതന്മാരിൽ, ജനപ്രമാണിമാരിൽ? ഉത്തരം യഹൂദരിൽ. 31ാമത്തെ ചോദ്യമാണ്, ഈ വാക്കുകൾ പിശാച് ബാധിതൻ്റേതല്ല. പിശാചിന് അന്ധരുടെ ഡാഷ് തുറക്കാൻ കഴിയുമോ? പൂരിപ്പിക്കുക. ജീവൻ, വെളിച്ചം, കണ്ണുകൾ, പ്രകാശം? ഉത്തരം കണ്ണുകൾ. 32ാമത്തെ ചോദ്യമാണ്, 10ാം അധ്യായത്തിലെ 3ാമത്തെ ശീർഷകം എന്ത്? 22 മുതൽ 42 വരെ. യേശു മഹോന്നതൻ, യേശു രക്ഷകൻ, യേശു ദൈവപുത്രൻ, യേശു മനുഷ്യപുത്രൻ? ഉത്തരം യേശു ദൈവപുത്രൻ. 33ാമത്തെ ചോദ്യമാണ്, ജെറുസലേമിൽ എന്തിൻ്റെ തിരുനാൾ ആയിരുന്നു എന്നാണ് 10:22 പറയുന്നത്? പുതുവത്സരത്തിൻ്റെ, ജെറുസലേം പ്രവേശനത്തിൻ്റെ, പ്രതിഷ്ഠയുടെ, ശുദ്ധീകരണത്തിൻ്റെ? ഉത്തരം പ്രതിഷ്ഠയുടെ. 34ാമത്തെ ചോദ്യമാണ്, ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ ആയിരുന്നു, അത് ഏത് കാലമായിരുന്നു എന്നാണ് പറയുന്നത്? ഹേമന്തകാലം, ശരത്കാലം, വസന്തകാലം, ശീതകാലം? ഉത്തരം ശീതകാലം. 35ാമത്തെ ചോദ്യമാണ്, യേശു ദേവാലയത്തിൽ ആരുടെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ എന്നാണ് 10:23 പറയുന്നത്? ജോസിയായുടെ, ദാവീദിൻ്റെ, സോളമൻ്റെ, ഫിനെഹാസിൻ്റെ? ഉത്തരം സോളമൻ്റെ. 36ാമത്തെ ചോദ്യമാണ്, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സ്നിഗ്ധാവസ്ഥയിൽ നിർത്തും? ഇത് ആരാണ് യേശുവിന് ചുറ്റും കൂടി ചോദിച്ചത്? പുരോഹിതന്മാർ, യഹൂദർ, ജനങ്ങൾ, ശിഷ്യന്മാർ? ഉത്തരം യഹൂദർ. 37ാമത്തെ ചോദ്യമാണ്, നീ ആരാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക എന്നാണ് യഹൂദർ പറയുന്നത്? പ്രവാചകൻ, രക്ഷകൻ, ക്രിസ്തു, ദൈവപുത്രൻ? ഉത്തരം ക്രിസ്തു. 38ാമത്തെ ചോദ്യമാണ്, യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്? അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല? ഉത്തരം വിശ്വസിക്കുന്നില്ല. 39ാമത്തെ ചോദ്യമാണ്, എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് എന്ത് നൽകുന്നു എന്നാണ് പറയുന്നത്? തെളിവ്, സാക്ഷ്യം, ഉറപ്പ്, സത്യസാക്ഷ്യം? ഉത്തരം സാക്ഷ്യം. 40ാമത്തെ ചോദ്യമാണ്, യേശു യഹൂദരോട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, കാരണം എന്താണ് യേശു പറയുന്നത്? നിങ്ങൾ എൻ്റെ തൊഴുത്തിൽ പെടുന്നവരല്ല, നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കുന്നവരല്ല, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നവരല്ല, നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല? ഉത്തരം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. 41ാമത്തെ ചോദ്യമാണ്, ആരാണ് എൻ്റെ സ്വരം ശ്രവിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? എൻ്റെ വിശ്വാസികൾ, എൻ്റെ ആടുകൾ, എൻ്റെ പാലകർ, എൻ്റെ ഉടമസ്ഥർ? ഉത്തരം എൻ്റെ ആടുകൾ. 42ാമത്തെ ചോദ്യമാണ്, എൻ്റെ സ്വരം ശ്രവിച്ച് എന്നെ അനുഗമിക്കുന്ന ആടുകൾക്ക് യേശു എന്ത് നൽകുന്നു എന്നാണ് പറയുന്നത്? സ്വർഗരാജ്യം, നിത്യജീവൻ,
രക്ഷ, പറുദീസ. ഉത്തരം നിത്യജീവൻ. 43-ാമത്തെ ചോദ്യമാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും എങ്ങനെ പോവുകയില്ല എന്നാണ് പറയുന്നത്. വഴിതെറ്റി, ഇരുട്ടത്ത്, നശിച്ച്, കുഴിയിൽ വീണ്. ഉത്തരം നശിച്ച്. 44-ാമത്തെ ചോദ്യമാണ്, ആരാണ് എല്ലാവരേക്കാൾ വലിയവൻ എന്ന് യേശു 10:29 പറയുന്നത്? എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ പിതാവ്, എൻ്റെ ആടുകൾ, എൻ്റെ വിശ്വാസികൾ. ഉത്തരം എൻ്റെ പിതാവ്. 45-ാമത്തെ ചോദ്യമാണ്, യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ആളുകളുടെ ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉടമസ്ഥൻ്റെ, ആട്ടിടയൻ്റെ, പിതാവിൻ്റെ, പ്രമാണിമാരുടെ. ഉത്തരം പിതാവിൻ്റെ. 46-ാമത്തെ ചോദ്യമാണ്, ഞാനും ഡാഷും ഒന്നാണ്, പൂരിപ്പിക്കുക. ഉടമസ്ഥൻ, ശിഷ്യന്മാരും, പിതാവും, പുരോഹിതന്മാരും. ഉത്തരം പിതാവ്. 47-ാമത്തെ ചോദ്യമാണ്, ആരാണ് യേശുവിനെ എറിയാൻ വീണ്ടും 10:31 കല്ലുകൾ എടുത്തത്? വിജാതിയർ, ജനങ്ങൾ, യഹൂദർ, പ്രമാണിമാർ. ഉത്തരം യഹൂദർ. 48-ാമത്തെ ചോദ്യമാണ്, യഹൂദർ എറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആരിൽ നിന്നുള്ള അനേകം നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചു എന്നാണ് പറയുന്നത്? ദൂതന്മാരിൽ നിന്നുള്ള, പിതാവിൽ നിന്നുള്ള, ആത്മാവിൽ നിന്നുള്ള, പ്രവാചകന്മാരിൽ നിന്നുള്ള. ഉത്തരം പിതാവിൽ നിന്നുള്ള. 49-ാമത്തെ ചോദ്യമാണ്, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചു, ഇവയിൽ ഏത് മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? വിശ്വാസം, സ്നേഹം, പ്രവൃത്തി, അത്ഭുതം. ഉത്തരം പ്രവൃത്തി. 50-ാമത്തെ ചോദ്യമാണ്, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, പിന്നെ എന്ത് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നാണ് യഹൂദർ യേശുവിനോട് പറയുന്നത്? ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചതുകൊണ്ട്, ശാപത്ത് ലംഘിച്ചതുകൊണ്ട്, ദൈവദൂഷണം മൂലം. ഉത്തരം ദൈവദൂഷണം മൂലം. 51-ാമത്തെ ചോദ്യമാണ്, ദൈവദൂഷണം മൂലമാണ് കല്ലെറിയുന്നത്, കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ എന്താക്കുന്നു എന്നാണ് യഹൂദർ പറയുന്നത്? പുത്രനാക്കുന്നു, ജീവനാക്കുന്നു, ദൈവമാക്കുന്നു, രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഉത്തരം ദൈവമാക്കുന്നു. 52-ാമത്തെ ചോദ്യമാണ്, യേശു യഹൂദരോട് ചോദിച്ചു, ഞാൻ എന്തു പറയുന്നു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്? നിങ്ങൾ മനുഷ്യരാണെന്ന്, നിങ്ങൾ ദൈവങ്ങളാണെന്ന്, നിങ്ങൾ പ്രവാചകന്മാരാണെന്ന്, നിങ്ങൾ രക്ഷകനാണെന്ന്. ഉത്തരം നിങ്ങൾ ദൈവങ്ങളാണെന്ന്. 53-ാമത്തെ ചോദ്യമാണ്, എന്താണ് നിറവേറാതിരിക്കുകയില്ലല്ലോ എന്ന് 10:35 യേശു പറയുന്നത്? പ്രവാചക വാക്കുകൾ, പിതാക്കന്മാരുടെ വാക്കുകൾ, വിശുദ്ധ ലിഖിതങ്ങൾ, പഴയ നിയമങ്ങൾ. ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ. 54-ാമത്തെ ചോദ്യമാണ്, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ എന്ത് എന്നാണ് അവൻ വിളിച്ചത്? മനുഷ്യൻ, ദൈവങ്ങൾ, ജീവൻ, കൽപ്പനകൾ. ഉത്തരം ദൈവങ്ങൾ. 55-ാമത്തെ ചോദ്യമാണ്, പിതാവ് എന്ത് ചെയ്ത ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രൻ എന്നാണ് യേശു പറയുന്നത്? ഉടമ്പടി ചെയ്ത, കൽപ്പനകൾ നൽകിയ, കർമ്മങ്ങൾ നടത്തിയ, വിശുദ്ധീകരിച്ച. ഉത്തരം വിശുദ്ധീകരിച്ച്. 56-ാമത്തെ ചോദ്യമാണ്, പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു എന്നാണ് യേശു ചോദിക്കുന്നത്? ശാപത്ത് ലംഘിച്ചവൻ ദൈവദൂഷണം പറയുന്നു, ദൈവമായി സ്വന്തമായി അവരോധിക്കുന്നു. ഉത്തരം ദൈവദൂഷണം പറയുന്നു. 57-ാമത്തെ ചോദ്യമാണ്, ഞാൻ എൻ്റെ പ്രവൃത്തികൾ, പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യേണ്ട എന്നാണ് 10:37 പറയുന്നത്? ആരാധിക്കേണ്ട,
വിശ്വസിക്കേണ്ട, സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട? ഉത്തരം വിശ്വസിക്കേണ്ട. 58ാമത്തെ ചോദ്യമാണ്, യേശു യഹൂദരോട് നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും എന്തിൽ വിശ്വസിക്കാനാണ് യേശു പറയുന്നത്? അത്ഭുതങ്ങളിൽ, രോഗശാന്തികളിൽ, പ്രവർത്തനങ്ങളിൽ, കൽപ്പനകളിൽ? ഉത്തരം പ്രവൃത്തികളിൽ. 59ാമത്തെ ചോദ്യമാണ്, യേശുവിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്? പിതാവും പുത്രനും ഞാനാണെന്ന്, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന്, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ പ്രവർത്തിക്കുമെന്ന്, പിതാവ് പുത്രനെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്? ഉത്തരം പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന്. 60ാമത്തെ ചോദ്യമാണ്, വീണ്ടും യഹൂദർ യേശുവിനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്? പിടികൂടാൻ, കൊല്ലാൻ, ബന്ധിക്കാൻ, തള്ളിയിടാൻ? ഉത്തരം ബന്ധിക്കാൻ. 61ാമത്തെ ചോദ്യമാണ്, യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ യേശു അവരുടെ കൈകളിൽ നിന്ന് എന്തു ചെയ്തു? കുതറി മാറി, രക്ഷപ്പെട്ടു, ഓടിപ്പോയി, മറഞ്ഞു നിന്നു? ഉത്തരം രക്ഷപ്പെട്ടു. 62ാമത്തെ ചോദ്യമാണ്, യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലമാണ് ഏത്? സീലോഹാക്കുളം, ഗലീലി തടാകം, ജോർദാൻ്റെ മറുകര, അർണോൺ നദി? ഉത്തരം ജോർദാൻ്റെ മറുകര. 63ാമത്തെ ചോദ്യമാണ്, ജോർദാൻ്റെ മറുകരയിൽ ആര് സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് യേശു വീണ്ടും പോയി അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്? ശിഷ്യന്മാർ, യോഹന്നാൻ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ, പുരോഹിതർ? ഉത്തരം യോഹന്നാൻ. 64ാമത്തെ ചോദ്യമാണ്, വളരെ പേർ യേശുവിൻ്റെ അടുത്ത് വന്ന് അവർ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞത് എന്ത്? യോഹന്നാൻ സ്നാനം മാത്രം നൽകിയതേയുള്ളൂ, യോഹന്നാൻ രോഗശാന്തി നൽകിയില്ല, യോഹന്നാൻ ഒരു അടയാളവും പ്രവർത്തിച്ചില്ല, യോഹന്നാൻ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചു? ഉത്തരം യോഹന്നാൻ ഒരു അടയാളവും പ്രവർത്തിച്ചില്ല. 65ാമത്തെ ചോദ്യമാണ്, യേശുവിനെ പറ്റി ആര് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്? ഏശയ്യ, ജെറമിയ, യോഹന്നാൻ, എസക്കിയേൽ? ഉത്തരം യോഹന്നാൻ. 66ാമത്തെ ചോദ്യമാണ്, ജോർദാൻ്റെ മറുകരെ യേശു അവിടെ താമസിച്ചപ്പോൾ വളരെ പേർ അവനിൽ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? സ്നേഹിച്ചു, വിശ്വസിച്ചു, അംഗീകരിച്ചു, ആശ്രയിച്ചു? ഉത്തരം വിശ്വസിച്ചു. ഇനി സമാന വചനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. യോഹന്നാൻ 10-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ ജെറമിയ 23:1 എസക്കിയേൽ 34:2 എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല എന്നതാണ് വരുന്നത്. അടുത്തതായി വരുന്നത് 10:9 പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 118:20 ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് സങ്കീർത്തനം 118:20 പറയുന്നത് സമാന വചനത്തിൽ. അടുത്തതായി യോഹന്നാൻ 10:11 പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 23:1, ഏശയ്യ 40:11, എസക്കിയേൽ 34:15 ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നതാണ് ഈ സമാന വചനത്തിൽ വരുന്നത്. അടുത്തതായി വരുന്ന 10:34 പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 82:6 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നതാണ്. അത് സങ്കീർത്തനത്തിൽ 82:6